الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികൾ, എപ്പോൾ സംഭവിക്കുമെന്നറിയാത്ത, എപ്പോഴും സംഭവിക്കാനിടയുള്ള മരണം ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നാഥൻ അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മതം എന്നതിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ രണ്ടായി തിരിക്കാവുന്നതാണ്, ഐച്ഛികമെന്നും അനൈച്ഛികമെന്നും. നമ്മുടെ നിയന്ത്രണമോ തീരുമാനമോ ഒന്നുമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ശരീര അവയവങ്ങൾ നമുക്കുണ്ട്. ബ്രെയിന്, ലങ്സ്, ഹാർട്ട്, കിഡ്നി, നെർവസ് സിസ്റ്റം, ദഹനേന്ദ്രിയങ്ങൾ, കോശങ്ങൾ അഖിലവും. ഇവയൊന്നും നമ്മുടെ പ്രവർത്തനം, നമ്മുടെ തീരുമാനം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഇവയുടെ ഒന്നും പ്രവർത്തനം അല്പസമയത്തേക്ക് നിർത്തിവെക്കാനോ വേണ്ടെന്ന് വെക്കാനോ നമുക്ക് കഴിയില്ല. എന്നാൽ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ പറയാതെ നിൽക്കാനും ചിലതൊക്കെ കേൾക്കാതെ നിൽക്കാനും നമുക്കാവും. നമ്മുടെ കൈകൾ ചലിപ്പിക്കുന്നു, നമ്മളെ കാലുകൾ ചലിപ്പിക്കുന്നു. ചിലത് ചെയ്യാനും ചെയ്യാതിരിക്കാനും, ചില സ്ഥലത്തേക്ക് പോവാനും പോവാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇങ്ങനെ ഐച്ഛികമായ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ അനൈച്ഛികമായ കാര്യങ്ങളും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ 1% പോലും ഐച്ഛിക കാര്യങ്ങളായി ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരീരശാസ്ത്രം പഠിച്ച, അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ പഠിച്ചവർ പറയുന്നത് 10,000-1 മാത്രമേ മനുഷ്യന്റെ ഇച്ഛക്കൊത്ത് പ്രവർത്തിപ്പിക്കാവുന്ന അവയവങ്ങളുള്ളൂ എന്നാണ്. ഇത്ര സമയം കൊണ്ട് ഇത്ര ആഹാരം ദഹിപ്പിക്കാമെന്നോ ഇത്ര സമയം കൊണ്ട് ഇത്ര മൂത്രം ഉൽപ്പാദിപ്പിക്കാമോ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാവതല്ല. ഇങ്ങനെ 9,999 പ്രവർത്തനങ്ങളും ആരുടെ നിയന്ത്രണത്തിലാണോ നടക്കുന്നത്, ബാക്കി വരുന്ന 1% കാര്യം കൂടി 10,000-1 കൂടി അവന്റെ ഇച്ഛക്ക് അനുസരിച്ച് പ്രവർത്തിപ്പിക്കണം എന്നാണ് മതം പറയുന്നത്. ഇതാണ് മതത്തിന്റെ ആകത്തുക. നമുക്ക് സാധിക്കാത്ത സംഗതികളൊന്നും ഇങ്ങനെ നിഷ്കർഷിക്കപ്പെട്ടിട്ടില്ല. ശ്വാസത്തിന്റെ അളവ് ഇത്രയേ ആവാമെന്ന്, പൾസിന്റെ റേറ്റ് ഇത്രയേ പാടുള്ളൂ എന്നൊന്നും ഇസ്ലാം നമ്മളോട് പറയുന്നില്ല. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ചില കാര്യങ്ങളിലാണ് വാജിബ്, ഹറാമ്, മക്റൂഹ്, അങ്ങനെ സുന്നത്ത്, മുബാഹ് ഒക്കെയുള്ളത്. അങ്ങനെയുള്ളവ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇച്ഛക്കൊത്ത് ജീവിക്കണം എന്നാണ് മതം പറയുന്നത്.
അള്ളാഹുവിന്റെ ഇച്ഛക്കൊത്ത ഒക്കാതെ ജീവിക്കാൻ, ഈ കാര്യങ്ങൾ ചെയ്യാനൊക്കെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ ദേഹേച്ഛക്കനുസരിച്ച് അവന് ജീവിക്കാം. അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് എതിരാക്കുവാനും അവന് സ്വാതന്ത്ര്യമുണ്ട്. അതിനാണ് അക്രമം എന്ന് പറയുന്നത്. അത് അവന് മാത്രമല്ല, അങ്ങനെ അക്രമം ചെയ്താൽ അവന് മാത്രമല്ല, അത് മറ്റുള്ളതിനെല്ലാം ദോഷം ചെയ്യും. അതുകൊണ്ടാണ് അതിന് ശിക്ഷയും നരകവും ഒക്കെ അള്ളാഹു വിധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിരുന്നു, ലോക പരിസ്ഥിതി ദിനം. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നായിരുന്നു അതിന്റെ സ്ലോഗൻ, തീമുണ്ടായിരുന്നത്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടിയും നമ്മുടെ ഭാവിക്ക് വേണ്ടിയും മനുഷ്യൻ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതം കൃത്യമായി പഠിപ്പിക്കുന്നതും ഇതാണ്. ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വല്ലാഹാലിൽ അനാം, സൂറത്ത് റഹ്മാനിൽ. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹു സന്തുലിതമായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അത്തക്കന കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും അവൻ കുറ്റമറ്റതാക്കി. സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറയുന്നു, ഇന്നാ കുല്ലു ഷൈഇൻ ഖലഖനാഹു ബിഖദരിൻ, ഒരു കണക്കനുസരിച്ചാണ്, ഒരു നിശ്ചയമനുസരിച്ചാണ് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും. ഈ ഒരാശയം തന്നെ സൂറത്തു റഅദിലും ഹിജ്റിലും മുഅ്മിനൂനിലും ശൂറായിലും സുഹ്റുഫിലും ഖമറിലും ഫുർഖാനിലും ഒക്കെ അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാ വസ്തുക്കളെയും അള്ളാഹു വ്യവസ്ഥ പ്രകാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രകൃതിയെ ഉപയോഗിക്കുന്നതോടൊപ്പം നേരെ ചൊവ്വെ അതിനെ കൊണ്ടു നടക്കാൻ, അതിന് താളഭംഗം വരാതെ, സന്തുലിതത്വം നഷ്ടപ്പെടാതെ, തകരാതെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു ഭൂമിയെ നന്നാക്കിയ ശേഷം നിങ്ങളതിൽ ഫസാദ് ഉണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. ഇങ്ങനെ 200ഓളം സ്ഥലങ്ങളിൽ, ആയത്തുകളിൽ അള്ളാഹു പ്രകൃതിയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു. അനവധി ഹദീസുകളും ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോക ചരിത്രകാരന്മാരിൽ ചിലർ വിശേഷിപ്പിച്ചത് തന്നെ റാഹിദുൽ ബിയ എന്നാണ്. ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷകൻ, പരിപാലകൻ എന്നാണ്. എൻവയോൺമെന്റൽ പയനീർ എന്നാണ് ആ വീടിന്റെ അർത്ഥം. പരിസ്ഥിതിയുടെ മാർഗദർശി, പരിസ്ഥിതിയുടെ വഴിവിളക്ക് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇവിടെ മനുഷ്യനുണ്ടാവുന്നതിന് അനവധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കോടിക്കണക്കിന് ജന്തുജാലങ്ങളുണ്ട്. മത്സ്യങ്ങളും പറവകളും ജന്തുക്കളും എല്ലാം സുഖമായി ഇവിടെ കഴിയുന്നു. മനുഷ്യരെക്കാൾ ഏറെ എണ്ണത്തിലും വണ്ണത്തിലും ശക്തിയിലും ആയുസ്സിലുമൊക്കെ മികച്ചു നിൽക്കുന്ന ജന്തു സസ്യലതാദികൾ ഇവിടെയുണ്ട്. നാം ഇല്ലെങ്കിലും ഇവയൊക്കെ സുഖമായി ഇവിടെ ജീവിക്കും. ആകാശം മഴ വർഷിക്കും, ഭൂമിയിൽ ചെടികൾ മുളയ്ക്കും, പൂക്കൾ വിടരും, പഴങ്ങൾ കായ്ക്കും. മനുഷ്യനെ ആശ്രയിക്കാതെ തന്നെ ഈ പ്രകൃതിക്ക് നിലനിൽക്കാം. പക്ഷേ മനുഷ്യന് ഈ ജന്തുക്കളെയും സസ്യങ്ങളെയും, സൂര്യൻ, വെള്ളം, കാറ്റ്, ഇവയൊക്കെ ബന്ധപ്പെട്ടേ മതിയാവൂ. ഈ സംഗതികളൊക്കെ പരസ്പരം പാരസ്പര്യത്തിലാണ്, അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഉറുമ്പ് മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവികൾ എവിടെ നിൽക്കട്ടെ, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവിയായ ബാക്ടീരിയയുടെ കാര്യമെടുക്കാം. ആ ബാക്ടീരിയ ഇവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള ബാക്ടീരിയ മുഴുവൻ നശിപ്പിച്ചാൽ മനുഷ്യജീവിതം സാധ്യമാണോ? അല്ല എന്നാണ് ഉത്തരം. ഒന്നും ചീഞ്ഞു പോവില്ല, ഒന്നും വളമാവില്ല. മൃതദേഹങ്ങളും വേസ്റ്റുകളും ഒക്കെ ഇവിടെ അങ്ങനെ തന്നെ കിടക്കും. കൃഷി ഉണ്ടാവില്ല. ഇക്കോളജിക്കാർ പറയുന്നത് 3 വർഷം കഴിഞ്ഞാൽ മനുഷ്യനൊരു കാലടി എടുത്തു വെക്കണമെങ്കിൽ മൃതദേഹത്തിൽ ചവിട്ടിക്കൊണ്ടേ പറ്റുന്നു. അതിന് മനുഷ്യൻ ഉണ്ടാവില്ല. 3 കൊല്ലം ജീവിക്കാൻ കഴിയില്ല.
നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അനേകം ബാക്ടീരിയകൾ നമ്മുടെ അകത്ത് പോകുന്നു. അനേകം ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ശ്വാസം വലിക്കുമ്പോൾ അനേകം മില്യൺ കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. മണ്ണിരകൾ ഇല്ലായിരുന്നുവെങ്കിൽ മണ്ണിര ലോക ചരിത്രം തന്നെ മാറുമായിരുന്നു എന്ന് പറഞ്ഞത് ചാൾസ് ഡാർവിനാണ്. അഥവാ പറഞ്ഞതിന്റെ ചുരുക്കം, സൂക്ഷ്മജീവികൾ മുതൽ കോസാറുകളും പൾസാറുകളും നെബുലകളും ഒക്കെ അണ്ഡകടാഹങ്ങൾ അഖിലം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവയെല്ലാം ആരുടെ ഇഷ്ടത്തിനാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളും അവന്റെ ഇഷ്ടത്തിനാക്കണം എന്നാണ് മതം പറയുന്നത്. ഇതാണ് പ്രകൃതി മതം. ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ കാര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം കാണുന്നത്. പ്രകൃതി അള്ളാഹു മനുഷ്യന് നൽകിയ വലിയ ഒരു അനുഗ്രഹവും അമാനത്തുമാണ്. അമാനത്തുകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുന്നതോടൊപ്പം ആസ്വദിക്കുന്നതോടൊപ്പം റബ്ബിനെ മറക്കാൻ പാടില്ല. സൂറത്ത് റൂമിൽ 30-ാമത്തെ സൂറത്തിൽ 30-ാമത്തെ വചനം പറയുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. ആകയാൽ നീ നിന്റെ മുഖത്തെ നേരെ നിലകൊണ്ട് മതത്തിന് നേരെ തിരിച്ചു നിർത്തുക. ലാ തബ്ദീല ലിഖൽഖില്ല ദാലിക ദീനുൽ ഖയ്യിം. അവന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് ഒരു ഭംഗവും ഒരു മാറ്റവും നീ കാണുകയില്ല. അതത്തെ വക്രതയില്ലാത്ത മതം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. ഇങ്ങനെ എല്ലാം പരസ്പരമായി ബന്ധിച്ച് സന്തുലിതമായി നിൽക്കുന്നു, ഇക്കോ ബാലൻസോടുകൂടി നിൽക്കുന്നു. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയോടുകൂടി ഇവിടെ പെരുമാറുന്നു. ഒരു ഉദാഹരണം കൂടി. ഒരു നാട്ടില് ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തം. അപ്പോൾ ഗവൺമെന്റ് ഇപ്പം പല പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതെങ്ങനെ വരുന്നു എന്ന് ഗവൺമെന്റ് പരിശോധിക്കുന്നു. അതുപോലെ ഈ നാട്ടിൽ മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ഗവൺമെന്റ് പരിശോധിച്ചു ഇത് എങ്ങനെയാണ് ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചത്. അപ്പോൾ അവർ കണ്ടെത്തി പ്രോട്ടീന്റെ അളവ് ആളുകൾ കുറഞ്ഞു വരുന്നു. അതെങ്ങനെ പ്രോട്ടീന്റെ അളവ് പെട്ടെന്ന് ആളുകൾ കുറയാൻ കാരണം? അവർ സാധാരണ ഉപയോഗിക്കുന്ന, നമ്മൾ മത്തി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന തിലോപ്പി എന്നോ മറ്റോ പേരുള്ള ഒരു മത്സ്യം ഉണ്ടായിരുന്നു അവർ. അതിപ്പോ അവരുടെ കായലുകളിൽ കിട്ടുന്നില്ല. അതെന്താണ് കിട്ടാതെ പോയത്? അത് ഒരു പായലിന്റെ അടിയിലായിരുന്നു വളർന്നിരുന്നത്. ആ പായൽ ഇപ്പോഴില്ല. ആ പായൽ എന്തുകൊണ്ടില്ലാതായി? കണ്ടാമൃഗങ്ങളുടെ ചാണകത്തിൽ നിന്നായിരുന്നു ആ പായൽ വളർന്നിരുന്നത്. അതായിരുന്നു വളമായി ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ചത് കൊണ്ട് കൃഷി നാശം വരുത്തിയത് കൊണ്ട് ഈ കണ്ടാമൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ നേരത്തെ ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു. അങ്ങനെ കണ്ടാമൃഗങ്ങൾ ഇല്ലാതെയപ്പോൾ നാട്ടിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു. പറഞ്ഞതിന്റെ ചുരുക്കം, ഇതൊക്കെ ഇങ്ങനെ ഒരു സൈക്കിളായി പരിസ്ഥിതിയിൽ നിലനിൽക്കുന്നു. ഒരു നീലത്തിമിംഗലം 16 ടൺ മത്സ്യങ്ങളെ അല്ലെങ്കിൽ ചെറുജീവികളെ ദിവസവും ഭക്ഷിക്കുന്നു എന്നാണ് കണക്ക്. 16 ടൺ ഒരു നീലത്തിമിംഗലം. എന്നിട്ടും പരിസ്ഥിതിക്ക് ഇവിടെ താളഭംഗം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ ട്രോളിംഗ് നിരോധനമാണല്ലോ. നമ്മൾ ഈ നിയന്ത്രണമൊന്നും കണക്കാക്കാതെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വല അല്ലാതെ അതിനപ്പുറമുള്ള വല ഉപയോഗിച്ച് ചെറുമീനുകളെ പോലും അതിന്റെ പ്രജനന കാലത്തും അടങ്ങിയിരിക്കാതെ അക്രമമായി പിടിക്കുമ്പോൾ ഈ പരിസ്ഥിതിക്ക് താളം തെറ്റുന്നു. ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ നമ്മൾ മറന്നിട്ടില്ല. അന്ന് അവിടെ റിസോർട്ടിന് വേണ്ടിയിട്ടും ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയുമൊക്കെ മലയിടിച്ച യന്ത്രങ്ങൾ 100 കണക്കിന് പ്രവർത്തിച്ചിട്ടും മൃതദേഹങ്ങൾ പോലും പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാസങ്ങളേറെ കഴിഞ്ഞിട്ടും പുനരധിവാസം ഇതുവരെ പൂർണ്ണമായിട്ടില്ല. അന്ന് അതിന്റെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയെ തിരിച്ചറിഞ്ഞ, പരിസ്ഥിതിയെ മനസ്സിലാക്കിയ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത്, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വളരെ വലിയ ദുരന്തമാണ്. അതിന് യുഗങ്ങളോളം ഒന്നും പോവണ്ട, 4-5 വർഷം കഴിഞ്ഞാൽ മതി. ഈ ദുരന്തത്തിന് എത്രയോ മുന്നേ അദ്ദേഹം പറഞ്ഞതാണ്. ഈ ദുരന്തം സംഭവിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതും
ഇത് കരുതിക്കൂട്ടി വരുത്തി വെച്ച വിനയാണ് എന്നായിരുന്നു, ദുരന്തമാണ് എന്നാണ്. ലഹറൽ ഫസാദ ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യ കരങ്ങൾ തീർത്ത ചെയ്തികൾ നാശം വിതയ്ക്കുകയാണ് ആകാശത്തും കരയിലും കടലിലും. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വികസനവും വീടുമൊക്കെ നമുക്ക് വേണം, കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്, റോഡുകൾ ആവശ്യമാണ്, വിശ്വാസി എന്ന നിലക്ക്. പക്ഷേ ഈ ഭൂമിയെ ഹരിതാഭമായി നിലനിർത്തേണ്ട ബാധ്യത കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അനസ് ഇബ്നു മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു മരം നടുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി വിതയ്ക്കുകയാണ്, അതിൽ നിന്ന് പക്ഷി മൃഗാദികൾ തിന്നാലോ മനുഷ്യൻ ഭക്ഷിക്കാലോ മനുഷ്യരോ മൃഗങ്ങളോ ഒക്കെ ഭക്ഷിച്ചാലോ, മറ്റൊരു റിവായത്തിൽ പറയുന്നത് ആളുകൾ കട്ട് കൊണ്ടുപോയാൽ പോലും അതവന് ദാനധർമ്മമായി രേഖപ്പെടുത്തുമെന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, കയ്യിൽ ഒരു ചെടി ഉണ്ടായിരിക്കെ ഇദാ ഖാമത്തിസ് സാഅ, അന്ത്യനാൾ വരികയാണെങ്കിൽ, വബിയദി അഹദികും ഫസീല, ഒരാളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, അതെങ്കിൽ അവൻ നടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് അന്ത്യനാൾ സംഭവിക്കാൻ ഉടനെ ഒരു ചെടി ഇതൊരു നമ്മുടെ ഒരു നടപടി ആവണം, നമ്മുടെ ഒരു നിലപാടാവണം എന്നാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി വെള്ളത്തിന്റെ കാര്യം നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്? അം നഹ്നു മുൻസിലൂൻ, അതല്ല നാമാണോ ഇറക്കിയത്? മഴ ലഭിക്കും മുമ്പ് എത്രയോ ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. കുടിവെള്ളത്തിന്റെ ടാങ്കർ ലോറികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ പ്രവർത്തിപ്പിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നമ്മൾ കണ്ടതാണ്. 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കൊല്ലത്തിൽ പകുതിയിലേറെ കാലവും മഴയാണ് നമുക്ക്. എന്നിട്ട് പോലും ലോകത്ത് തന്നെ ജലക്ഷാമത്തെക്കുറിച്ചും ജലക്കുറവിനെ കുറിച്ചുമുള്ള ചിന്തകൾ വളരെ ഗൗരവമായി നടക്കുന്ന കാലമാണ്. എന്നാൽ ഉച്ചകോടികൾ എത്ര കൂടിയാലും അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിന്റെ പേരിലായിരിക്കുമെന്ന് ബുദ്ധിയുള്ളവർ പറയുന്നു. ഇവിടെയാണ് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. മാ ഹാദ സർഫ് യാ സഅദ്, ഒതുടുക്കാണ് സഅദ്. നമ്മുടെ മാതിരി 2 കാല് കഴുകാൻ 5-6 പട്ട വെള്ളമൊന്നും ഒഴിച്ചിരിക്കില്ല. അതിശക്തിയിൽ ടയപ്പൊന്നും തുറന്നിട്ടുണ്ടാവില്ല. അവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണല്ലോ. ഒന്ന് റാഹത്തായിട്ട് കുറച്ച് ഒതുടുത്തപ്പാണ് സഅദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഇത് എന്ത് ദൂർത്താണ് സഅദ്? അത്ഭുതപ്പെട്ട സഅദ് ചോദിച്ചു, അഫി വുദൂ സർഫൻ, അല്ലാഹുവിന്റെ റസൂലേ, ഒളുവിലും ദൂർത്തുണ്ടോ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഅം വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, നിന്റെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴയിൽ നിന്നാണ് ഒളു എടുക്കുന്നതെങ്കിലും നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം എടുക്കാൻ പാടില്ല. ഗാന്ധിജിയുടെ ഒരു കഥയുണ്ട്. ഗാന്ധിജി സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അംഗശുദ്ധി വരുത്തുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരത്തിനോട് ഒളു എടുക്കുകയാണ്. അപ്പോഴാണ് നെഹ്റു ഒരു പ്രധാന സംഗതിയുമായി ഗാന്ധിജിയെ സമീപിക്കുന്നത്. ഇത് സംസാരിക്കുന്ന കൂട്ടത്തിൽ സാധാരണ ഒരു പാട്ട വെള്ളമാണ് ഗാന്ധിജി ഉപയോഗിക്കല്, അത് 2 പാട്ട വെള്ളമായി പോയി. പെട്ടെന്ന് ഈ കാര്യം ഓർമ്മ വന്ന ഗാന്ധിജി നെഹ്റുവിനോട് അല്പം ചൂടായി സംസാരിച്ചു, നിങ്ങളിപ്പോ ഈ പ്രശ്നമായിട്ട് വന്നിട്ടാണ് ഞാൻ 2 പാട്ട വെള്ളം ഉപയോഗിച്ചു പോയി. അതിനല്പം തമാശയായി നെഹ്റു പറഞ്ഞു, ഗംഗയിൽ ഇത്ര വെള്ളം ഉള്ളപ്പോ ഒരു പാട്ട വെള്ളം ഉപയോഗിച്ചതിനാണോ നിങ്ങൾ ഇങ്ങനെ ചൂടാവുന്നത് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടി, ഗംഗയിൽ എത്ര വെള്ളമുണ്ട് എന്നുള്ളതല്ല, അതിൽ എനിക്ക് എത്ര ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യമെന്ന്. നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹു അധികമാക്കുകയോ കുറക്കുകയോ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 300 ml-ന്റെയും 500 ml-ന്റെയും വെള്ളം പാർട്ടിക്കൊക്കെ കിട്ടിയാൽ നമ്മൾ വേസ്റ്റ് ആക്കുന്നതിനെ കുറിച്ച്. ഒരു തുള്ളി പോലും നമുക്ക് അനുവദിച്ച വെള്ളം വേസ്റ്റ് ആക്കിയാൽ അള്ളാഹു അധികരിപ്പിച്ച് തരില്ല. അപ്പൊ നമ്മുടെ ആയുസ് തീരും. ഇവിടെ ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് 205 കോടി രൂപയുടെ ഓക്സിജൻ ഉപയോഗിക്കുന്നതെന്നാണ് കണക്ക്. അതുപോലെ മില്യൺ കണക്കിന് രൂപയുടെ വെള്ളം ഉപയോഗിക്കുന്നതെന്നാണ് കണക്ക്. ഇതൊക്കെ അള്ളാഹു നമുക്ക് സൗജന്യമായി നൽകുന്നു. അതുകൊണ്ട് ഉള്ള ജലം മലിനമാക്കരുത്. ഉറവിടത്തിലോ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലോ നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതുപോലെ ജനങ്ങൾ വിശ്രമിക്കുന്ന വഴിയോരങ്ങൾ, ഫലവൃക്ഷച്ചുവട്, ഇതിൽ ഒന്നും നിങ്ങൾ മലിനമാക്കരുത്.
മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക്കിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വർഷം പ്ലാസ്റ്റിക് ആയിരുന്നു, പ്ലാസ്റ്റിക് മാലിന്യത്തെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു എൻവയോൺമെന്റ് മുദ്രാവാക്യം. ലോകത്ത് അനവധി ടൺ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വണ്ടിന്റെയും ഒച്ചിന്റെയും മണ്ണിരയുടെയും ഒക്കെ ആന്തരിക അവയവങ്ങളിൽ വരെ, ഒച്ചിന്റെയും മണ്ണിരയുടെയും ഒക്കെ ആന്തരിക അവയവങ്ങളിൽ വരെ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പഠനം. ഉപ്പിലും കുടിവെള്ളത്തിലും ഗർഭപാത്രത്തിൽ പോലും പ്ലാസ്റ്റിക് പാർട്ടിക്കിൾ കണ്ടെത്തിയതായി പറയപ്പെടുന്നു. ഈയിടെ കരക്കടിഞ്ഞൊരു തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് 40 കിലോ പ്ലാസ്റ്റിക്കാണ് എടുത്തത്. അതുകൊണ്ട് ഇതിലൊക്കെ നേരത്തെ പറഞ്ഞ ലഹർ അൽ ഫസാദ ഫിൽ ബർരി വൽ ബഹർ, നമ്മുടെ കൈകൾ കൊണ്ടാണ് ഈ നാശം എന്ന് മനസ്സിലാക്കണം. ചുരുക്കത്തിൽ മനുഷ്യന്റെ കൈകടത്തുകൾ അതീവ ഗുരുതരമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രകൃതിക്ക് താളം തെറ്റാതെ പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നാം പുലർത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. രണ്ടാമത്തെ ഖുതുബയിൽ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയാക്കിയ ആളുകൾ തിരിച്ചെത്തി തുടങ്ങി. അതോടൊപ്പം അടുത്ത വർഷത്തെ ഹജ്ജിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കണമെങ്കിൽ പാസ്പോർട്ടിന് 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി, കാലാവധി ഉണ്ടായിരിക്കണമെന്നാണ് ഹജ്ജ് കമ്മിറ്റിയുടെ അറിയിപ്പുണ്ടായിരുന്നത്. സമയത്ത് പാസ്പോർട്ട് പുതുക്കി കിട്ടാത്തതിനാൽ ഇത്തവണ തന്നെ ഹജ്ജിന് പോവാൻ സാധിക്കാത്തവരുണ്ട്. കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് പാസ്പോർട്ട് പുതുക്കാം. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാസ്പോർട്ടിൽ സീലുകളില്ലാത്ത 2 പേജുകളെങ്കിലും ഹജ്ജിന് അപേക്ഷിക്കാൻ ഉണ്ടായിരിക്കണം എന്നും നിർദ്ദേശമുണ്ട്, നിബന്ധനയുണ്ട്. അതുകൊണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നവരും രാജ്യാന്തര യാത്ര നടത്തുന്നവരൊക്കെ അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. പുതുതായി പാസ്പോർട്ട് എടുക്കുന്നവർ അതിന്റെ ഹജ്ജിന്റെ നടപടിക്രമങ്ങൾ സുഗമാക്കുന്നതിനായി സ്വന്തം പേരിനൊപ്പം ഇനീഷ്യല്, സർനെയിം, അതുപോലെ അതിന്റെ 2ാം ഭാഗം ഉണ്ടല്ലോ, കുടുംബ പേരൊക്കെ ചേർക്കണമെന്നതും നിബന്ധനയാണ്. അതുകൊണ്ട് അടുത്ത വർഷത്തെ ഹജ്ജിന് ഉദ്ദേശിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി അന്വേഷിച്ചുറപ്പിച്ച് കാലയെക്കൂട്ടി തന്നെ ശരിയായ വിധത്തിൽ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ലോകകപ്പിന്റെ ആരവങ്ങൾ പൊതുമണ്ഡലത്തിൽ മുഖരിതമാണ്. വിനോദം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നതിൽ അഭിപ്രായാന്തരമില്ല. ആരോഗ്യമുള്ള ശരീരവും മനസ്സും സൂക്ഷിക്കാൻ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതിനുള്ള ഭൗതികപരമായ കാര്യങ്ങൾ അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ജുമയിലെ 11-ാം വചനവും സൂറത്തുൽ ഖസസിലെ 73-ാം സൂക്തവും ഒക്കെ ഇത് സാധൂകരിക്കുന്നുണ്ട്. കൂടാതെ അൽ മുഅ്മിനു ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് എന്ന് തുടങ്ങുന്ന പ്രവാചക സൂക്തത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ശക്തനായ ഒരു വിശ്വാസി ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരനും ഉത്തമനുമാണ് എന്നാണ്. അതുപോലെ ഇന്നലി ജസദിക അലൈക ഹഖൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോടുള്ള ബാധ്യതയുണ്ട് എന്ന തിരുമൊഴിയുടെ വിശാലാർത്ഥത്തിലും കായിക ശേഷി പെടുന്നുണ്ട്. ഈ നിലക്കൊക്കെ വിശേഷിച്ചും 1.5 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ കളിക്കുന്നതും കാണുന്നതും കായികക്ഷമതക്കും വിനോദത്തിനുമൊക്കെ നല്ലതാണ്. നമ്മിൽ പലരും കളിക്കുന്നവരും കളി കാണുന്നവരുമാണ്. ലോകകപ്പ് ആരംഭിച്ചിട്ടുള്ള ഈ ഘട്ടത്തിൽ കാണികളായ നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, വിനോദം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സമാവരുത്. വ്യക്തിപരവും മതപരമായും കുടുംബപരവും തൊഴിൽ സംബന്ധവുമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഇബാദത്തുകളിലോ പ്രാർത്ഥനകളോ ഒന്നും വീഴ്ച വന്നു പോവാൻ ഈ വിനോദം നമുക്ക് ഇടയായിക്കൂടാ. വിശേഷിച്ചും ഇന്ത്യൻ സമയം അർദ്ധരാത്രിയും പുലർച്ചെയും ഒക്കെയാണ്
മത്സരങ്ങൾ അരങ്ങേറുന്നത്. എന്നതിനാൽ കളി കാണാൻ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് സുബഹി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാത്തതാണ്. അലാറം വെച്ച് കളിക്കാൻ എഴുന്നേൽക്കുന്നവർ സുബഹിക്കോ രാത്രി നമസ്കാരത്തിനോ അങ്ങനെ അലാറം വെച്ച് എഴുന്നേറ്റിട്ടുണ്ടോ എന്നൊരു പര്യാലോചന നല്ലതാണ്. ഇല്ലെങ്കിൽ അതിനുകൂടി ഈ സമയം നമുക്ക് ഉപയുക്തമാക്കാം. ഇനി അങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ കൂടി ചിന്തിക്കണം. പിന്നെ ചില ടീമുകളുടെയും കളിക്കാരുടെയും ഫാൻസുകളാണ് എന്ന് പറഞ്ഞ് കക്ഷിത്വത്തിലേക്കും വഴക്കിലേക്കും മറ്റു ടീമുകൾ അപഹസിക്കുന്നതിലേക്കും കയ്യാങ്കളിയിലേക്കും ഒന്നും എത്തുന്ന ഒരു ദുരവസ്ഥയും വിശ്വാസിക്ക് ചേർന്നതല്ല. അങ്ങകലെ അമേരിക്കയിൽ നടക്കുന്ന കളിക്ക് അമിതമായി പണം ചെലവഴിച്ച് ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ ചെലവഴിച്ച് ഫ്ലക്സുകൾ ഉയർത്തി ഇവിടെ തമ്മിൽ മത്സരിക്കുന്നത് നമുക്ക് കാണുന്നു. കളിക്കാരുടെ പേരും നമ്പറും മുദ്രണം ചെയ്ത ഡ്രസ്സുകൾ വിൽക്കുന്ന വിപണിയും സജീവമാണ്. ഇവിടെയൊക്കെ അനാവശ്യവും ധൂർത്തും തിരിച്ചറിയാൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. കളിയെ കളിയായി കാണണം. അതിന്റെ പിന്നിലെ മാർക്കറ്റ് തന്ത്രങ്ങളും രാഷ്ട്രീയവും അതിലൂടെ ഒളിച്ചു കിടക്കുന്ന അരുതായ്മകളുമൊക്കെ തിരിച്ചറിയാനുള്ള ജാഗ്രത നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്. പടക്കം പൊട്ടിച്ചും കൂക്കി വിളിച്ചും ആർത്തട്ടഹസിച്ചും ഈ പാതിരാക്കി അയൽവാസികൾക്ക് ശബ്ദശല്യം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കളിയുടെ മറവിൽ രാത്രിയുടെ ഇരുളിൽ അനാശ്വാസത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലോബികളും സജീവമാണ്. വീട്ടുകാരും കൂട്ടുകാരും അതും ഓർത്തിരിക്കേണ്ടതാണ്. സർക്കാർ ഓപ്പറേഷൻ തൂഫാനിലൂടെ സജീവമാണ്. അതിന്റെ പ്രവർത്തനത്തിൽ നമ്മുടെ പിന്തുണയും ഉണ്ടാവണം എന്നോർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ വിനോദത്തിന്റെ അതിരും വിശ്വാസത്തിന്റെ അതിരും ഒരുപോലെ പാലിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. കളി കാണുന്നെങ്കിലും ഞാൻ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്തില്ല, ധൂർത്ത് കാണിക്കില്ല, നമസ്കാരത്തിലോ പ്രാർത്ഥനയിലോ ഭംഗമുണ്ടാവില്ല എന്ന ഒരു നിശ്ചയം നമുക്കുണ്ടാവണം. ചുരുക്കത്തിൽ കളിയാവാം, കുതിര കളിയാവരുത് എന്ന് ചുരുക്കം. കളിക്കാരുടെ പേരുകളും അവരുടെ കുടുംബവിശേഷങ്ങളും ഉപയോഗിക്കുന്ന ഫോണുകളും വാഹനങ്ങളും ഒക്കെ ബൈഹാർട്ടായി പഠിച്ച് വാദാലാതെ സംസാരിക്കുന്നവർ പ്രവാചകരിച്ചതും സഹാബികളുടെ ചരിത്രമൊക്കെ എത്ര കണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ആലോചിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അവരോർക്കുക, അന്നമൽ ഹയാത്ത ദുനിയ ലഇബുൻ വലഹുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനം. നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതം എന്നത് കളിയും വിനോദവും അലങ്കാരവും പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുമ നടിക്കലും കാണിക്കലും മാത്രമാണ്. ഇതുപോലെ ആയത്ത് തുടരുന്നത് ഒരു മഴ പോലെ. അതുപോലെ വളർന്ന് പൊന്തിയ ചെടികൾ കർഷകനെ ആശ്ചര്യപ്പെടുത്തുന്നു. പക്ഷേ പിന്നീടത് മഞ്ഞ നിറം പൂണ്ട് ഉണക്കം ബാധിച്ച് തുരുമ്പായിത്തീരുന്നു. നല്ലത് ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രീതിയും പാപമോചനമുണ്ട്, ചീത്ത പ്രവർത്തിക്കുന്നവർക്ക് കഠിന ശിക്ഷയുമുണ്ട് എന്ന് അള്ളാഹു ഉണർത്തുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്നത് വഞ്ചിച്ച് കളയുന്ന ഒരു ചരക്കാണ്, വിഭവമാണ് എന്ന് വിശ്വാസികൾ ഓർക്കണം. അതുപോലെ ഫുട്ബോൾ മത്സരത്തിന് കുറെ നിയമങ്ങൾ ഉള്ളതായി നമുക്കറിയാം. അതെല്ലാം അനുസരിച്ച് നന്നായി കളിക്കുന്നവനാണ് ടീമിൽ നിലനിൽക്കാനാവുക. നിയമങ്ങൾ തെറ്റിച്ചും അലസമായും കളിക്കുന്നതിനെ ടീമിൽ എടുക്കില്ല. ഫൗൾ കളിക്കുന്നവർ മുന്നറിയിപ്പിന്റെ മഞ്ഞക്കാർഡും പുറത്താക്കലിന്റെ ചുവപ്പ് കാർഡും ഒക്കെ കാണേണ്ടി വരും. അവന് ലക്ഷ്യം നേടാൻ കഴിയില്ല എന്ന് ചുരുക്കം. നിയമങ്ങളെല്ലാം പാലിച്ച് നന്നായി കളിക്കുന്ന, ലക്ഷ്യമാകുന്ന ഗോൾ പോസ്റ്റിലേക്ക് പന്ത് പായിക്കാനുള്ള ഒരവസരവും പാഴാക്കാത്തവനാണ്. അവന് അവസാനത്തെ വിസിൽ മുഴങ്ങുന്നത് വരെ കളിക്കാൻ സാധിക്കും. അവസാനത്തെ വിസിൽ മുഴങ്ങിയാൽ കളി അവസാനിപ്പിച്ചുകൊണ്ട് അവൻ കയറണം. ജീവിതവും ഇതുപോലൊരു ഫുട്ബോൾ മത്സരം പോലെയാണ്. കൃത്യമായ നിയമങ്ങൾ ജീവിതത്തിനുണ്ട്. അലസമായും നിയമം തെറ്റിച്ചും ജീവിക്കുന്നതിന് വിജയിക്കാനാവില്ല. ഗോൾ പോസ്റ്റിലെ പോലെ ലക്ഷ്യത്തിലേക്ക് ഉള്ള കർമ്മങ്ങളൊന്നും പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മരണത്തിന്റെ വിസിൽ മുഴങ്ങുമ്പോൾ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ കളിക്കളം വിട്ട് നമ്മൾ പോവേണ്ടവരാണ്. അവിടെ തീർച്ചയായും ഇന്നൽ അബ്റാറ ലഫീ നഈം, സുഹൃതവാന്മാർ സുഖാനുഭവങ്ങളിലായിരിക്കും. അലൽ അറായികി യൻദുറൂൻ, ആസ്വദിച്ച് വിനോദിക്കാൻ കഴിയുന്ന സോഫകളിരുന്ന് അവിടെ ആസ്വദിച്ച് വിനോദിക്കാൻ നമുക്ക് കഴിയണം. വഫീ ദാലിക ഫൽയതനാഫസൽ മുതനാഫിസൂൻ. യഥാർത്ഥ മത്സരം
അവിടെയാണ് എന്ന് വിശ്വാസികൾ ഓർക്കണം. ചുരുക്കത്തിൽ രാത്രി നമസ്കാരവും സുബഹിയൊന്നും നഷ്ടപ്പെടുത്താതെ പോസിറ്റീവായി ഈ വേളയെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇസ്ലാമിന്റെ മനോഹാരിത തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഇതും എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ നമ്മൾ ആസ്വദിക്കുമ്പോൾ അതോടൊപ്പം ഇസ്ലാമിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ തവണത്തെ ഖത്തർ വേൾഡ് കപ്പ് 10,000 മതപ്രഭാഷണങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഒരു ചോദ്യത്തിലൂടെയും ഒരു ഉത്തരത്തിലൂടെയും അവിടെ സാധിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഹോളിവുഡ് നടൻ മോർഗൻ ഫിർമാന്റെ ഒരു ചോദ്യം, ഈ ലോകത്ത് അകൽച്ചയും ഭിന്നതയും കാണുന്നു, അനേക രാജ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമായി ആളുകൾ ഭിന്നിച്ചിരിക്കുന്നു, ഈ ലോക ജനതയെ ഒന്നിപ്പിക്കാനുള്ള ഏക വഴി എന്താണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഉടൻ വന്നു ഖത്തർ യുവജനങ്ങളുടെ പ്രതിനിധി, ഭിന്നശേഷിയുള്ള ശാരീരിക വൈകല്യമുള്ള ഗാനിം അൽ മുഫ്തായുടെ ഉത്തരം. ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 49-ാം വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ ഗോത്രങ്ങളും രാജ്യങ്ങളും ഒക്കെ ആക്കിയിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആർ ദൈവത്തെ സൂക്ഷിക്കുന്നുവോ അവനാണ് ഉത്തമൻ. ഇങ്ങനെ ഒരു മേൽക്കീരക്ക് കീഴിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന് കണ്ടാൽ പരസ്പരം ആദരവോടെ സഹിഷ്ണുതയോടെ കഴിയാൻ സാധിക്കും എന്നാണ് ഗാനം പറഞ്ഞു നിർത്തിയത്. കോടിക്കണക്കിന് ആളുകൾ അത് ലോകാസകലം TV-യിലൂടെയും മറ്റും കണ്ടു. ഇങ്ങനെ എല്ലാം നമുക്കുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി പോസിറ്റീവായി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണത്തിലും ഇതിന്റെ പരിപാലനത്തിലും ഏർപ്പെടുന്നവരെ, എല്ലാ നിലക്കും സഹായിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും ഇണകളിലും കൂട്ടുകാരിലുമൊക്കെ അള്ളാഹു ബർക്കത്ത്, കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്.